നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 6, ലേസി ഇഡിയറ്റ്സ്. ആഴ്ചയിൽ ഒരു ദിവസം ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ ജോ വീഡർ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വരും. ആ സമയത്ത് ഒരിക്കൽ ജോ വീഡർ പറഞ്ഞ ഒരു കമൻ്റാണിത്: ലേസി ഇഡിയറ്റ്സ്, മടിയന്മാരായ വിഡ്ഢികൾ. പറഞ്ഞത് മറ്റാരെ കുറിച്ചുമല്ല, ഈ ഗോൾഡ് ടീമിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന കുറച്ച് ബോഡി ബിൽഡേഴ്സ്. അതായത് അവിടെ പലതരം ആൾക്കാർ വരുന്നുണ്ട്, മറ്റ് ജോലികളുള്ളവർ വരുന്നുണ്ട്. അപ്പോൾ അവർ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സും സ്ട്രെങ്ത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു 1-2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവരുടെ ജോലിക്ക് പോകും. എന്നാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ അർണോൾഡിനെ സ്പോൺസർ ചെയ്തതുപോലെ ജോ വീഡർ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അത് അർണോൾഡിന് പറഞ്ഞിരിക്കുന്ന അതേ ടേംസാണ്. ആഴ്ചയിൽ $65 ഇവർക്ക് സാലറി ആയിട്ട് കൊടുക്കും. അന്നത്തെ സാഹചര്യത്തിൽ അവിടെ ജീവിച്ചു പോകാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണത്. പിന്നെ അവരൊക്കെ അവിടെ ഉള്ളതായതുകൊണ്ട് വീട് കൊടുക്കുന്നില്ല. അർണോൾഡിന് ഒരു വീടും കാറും എക്സ്ട്രാ കൊടുത്തു. പകരം ഇദ്ദേഹത്തിൻ്റെ മാഗസിനിൽ നല്ല ബോഡിയൊക്കെ കാണിച്ച് പോസ് ചെയ്യണം. പക്ഷേ ഈ കൃത്യമായിട്ട് സാലറി കിട്ടാൻ തുടങ്ങുന്നതോടെ ഇവരൊക്കെ മടിയന്മാരായി തുടങ്ങും. രാവിലെ ജിമ്മിൽ വരുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നു, കുറച്ചു നേരം വർക്കൗട്ട് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി സുഖമായിട്ട് വെയിലൊക്കെ കാഞ്ഞ് അങ്ങനെ കിടക്കും. ഈ വെയിൽ കായൽ ബോഡി ബിൽഡിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് വൈറ്റ് ബോഡി കാണുമ്പോൾ ഒരു ഇടുപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുപാട് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വെയിൽ കാഞ്ഞ് ബോഡി ഒരു ടാൻ കളറിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിന് വെയിൽ കായണം. ഒപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കുറേ വൈറ്റമിൻ ഡി ഒക്കെ അങ്ങനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ അത് മാത്രമായ പോരല്ലോ, വർക്കൗട്ട് വേട്ടെ. അതില്ല, കാരണം ശമ്പളം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജോ വീഡർ നോക്കും, ഇവരുടെ ഒന്നും ബോഡി വിചാരിച്ച പോലെ ഡെവലപ്പ് ആവുന്നില്ല. കാരണം വർക്കൗട്ട് ചെയ്താലല്ലേ ഡെവലപ്പ് ആവുള്ളൂ. അതോടെ അദ്ദേഹം ഈ സാലറിയും കട്ട് ചെയ്യും. അവനെ വിളിക്കും, പറയും, ഇനി നിനക്കില്ല, നീ മഹാമടിയനായിട്ടുണ്ട്. പക്ഷേ അതിന് ഇവർ പുറത്ത് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ആ ജോ വീഡർ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ. ആഴ്ചയിൽ $65 എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് തരുന്നില്ല. പകരം അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലാതാക്കുകയാണ്. ഒരു പ്രശസ്തനായ ബോഡി ബിൽഡറായിരുന്ന ഡേവ് ഡ്രാപ്പർ, അത് അർണോൾഡിന് നേരത്തെ അറിയാം. കാരണം ഈ യൂറോപ്പിലായിരുന്ന കാലത്ത് തന്നെ ഈ മാഗസിനിൽ അദ്ദേഹത്തിൻ്റെ പല ഫോട്ടോസും കണ്ടിട്ടുണ്ട്. മാത്രമല്ല 1967 അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡോണ്ട് മേക്ക് വേവ്സ്. അതാണ് ആ സിനിമയുടെ പേര്. അപ്പം അങ്ങനെ പ്രശസ്തനായ ആ വ്യക്തി, അദ്ദേഹത്തിന് ജോ വീഡർ ഒരു ഓമന പേര് ഇട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ മടിയന്മാരെന്ന് വിളിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന ഒരു ഓമന പേരാണ് ബ്ലോണ്ട് ബോബ്. സ്വർണ്ണ തലമുടിയുള്ള ആൾക്കാരെ ഇംഗ്ലീഷുകാർ വിളിക്കുന്നതാണ് ബ്ലോണ്ട്. അപ്പം അത്തരം ഒരു മുടിയാണ് അദ്ദേഹത്തിന്, നല്ലൊരു ബോഡിയും. ഇത്തരം പല കൂടിക്കാഴ്ചകൾക്ക് ശേഷം അർണോൾഡ് മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങൾ, അതായത് ഈ ജോ വീഡർക്ക് ബിസിനസ് നന്നായിട്ട് അറിയാം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വളരെ താഴേക്കിടയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്നും തുടങ്ങി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബെൻ വീഡറും കൂടി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഈ ബോഡി ബിൽഡിംഗ് പ്രൊമോഷൻ. അതിനായിട്ട് മാഗസിൻസ് തുടങ്ങി. പിന്നെ അല്ലാതെ പല കാര്യങ്ങളും ഈ മാഗസിനിൽ നിന്ന് യൂറോപ്പിൽ വെച്ച് തന്നെ അർണോൾഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ജോ വീഡർക്ക് ഒരു റിസർച്ച് ക്ലിനിക്ക് ഉണ്ട്. അവിടെ പല പ്രോട്ടീൻ മിക്സുകളെ കുറിച്ചുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഫുഡ് സപ്ലിമെൻസും
അതേപോലെ ഇദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയൊരു ഫാക്ടറി ഉണ്ട്, ഈ ബോഡി ബിൽഡിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. അതിൽ പറയാനുള്ളൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് മിക്കവാറും ജിംനേഷ്യങ്ങളിൽ കാണുന്ന മെഷീൻസിൻ്റെ ഒരു 90% ഉണ്ടാക്കുന്നത് ജോ ഗോൾഡ് എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെയാണ് ആ ജിമ്മും, ഗോൾഡ്സ് ജിം എന്നുള്ളത് ഈ ജോ ഗോൾഡ് എന്ന മനുഷ്യനാണ്. പലപ്പോഴും ഇവരുടെ പേര് കൺഫ്യൂഷനാണ് കേട്ടോ, ജോ ഗോൾഡും ജോ വീഡറും. ഏതായാലും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു താഴേക്കടയിൽ നിന്ന് വന്ന് പിന്നെ ഈ ഒരു ജിംനേഷ്യൻ നെറ്റ്വർക്കിലൂടെ വളരെ സമ്പന്നതയിലേക്ക് മാറിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി തുടങ്ങുന്നത് വളരെ യാദൃച്ഛികമായിട്ടും അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവത്തോടെയാണ്. അതിനു മുമ്പുള്ള കാലങ്ങളിലൊക്കെ, അതായത് ആദ്യകാല ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, യൂജീൻ സാൻഡോ തുടങ്ങിയ ആൾക്കാരൊക്കെ, അവരൊക്കെ വെയിറ്റുള്ള കല്ലൊക്കെ വെച്ചായിരുന്നു മറ്റേ എക്സസൈസ് എടുത്തിരുന്നത്. അന്ന് ഈ ഇന്നത്തെ രീതിയിലുള്ള വെയിറ്റ് പ്ലേറ്റുകളോ ഡമ്പല്ലോ ഒന്നും പ്രചാരത്തിലില്ല. ഇതെല്ലാം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ജോ ഗോൾഡാണ്. അതിന് അദ്ദേഹം ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനിയനും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചേച്ചിയുണ്ട്. ഈ ചേച്ചി മിക്കവാറും ദിവസങ്ങളിലെല്ലാം രാവിലെ അല്ലെ വൈകുന്നേരം ഒരു റൂമിൽ കയറി വാതിലങ്ങ് അടയ്ക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരും. ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ജോ ഗോൾഡിനും അനിയനും ഒരാഗ്രഹം. അങ്ങനെ ഒരു ദിവസം അവർ ജനലിൽ എത്തൂല, വലിഞ്ഞ് കയറിയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് രസകരമായ ഒരു സീനാണ് കാണുന്നത്. ഈ ചേച്ചി ഒരു മോപ്പിൻ്റെ സ്റ്റിക്കിൻ്റെ രണ്ടറ്റത്തും ഒരു ബക്കറ്റ് കെട്ടി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു, അതെടുത്ത് പൊക്കുന്നു. പിന്നെ കുറച്ചുകൂടി അധികം വെള്ളം ഒഴിക്കുന്നു, വീണ്ടും എടുത്ത് പൊക്കുന്നു. പിന്നെ കുറച്ചുകൂടി അധികം, അങ്ങനെ ഒരു 3-4 തവണ വെള്ളം കൂട്ടി ഇതിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അന്ന് ചേച്ചി പുറത്തിറങ്ങി വന്നപ്പോൾ ഇവർ ചോദിച്ചത്, എന്തിനാണ് ചേച്ചി ഇങ്ങനെ ചെയ്യണത്? ഞങ്ങൾ കണ്ടു ചേച്ചി ഇതാണ് അവിടെ ചെയ്യണമെന്ന് കണ്ടു, എന്താണ് കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന് ശക്തി കൂടും, ഇങ്ങനെ ഭാരമൊക്കെ എടുത്ത് ഉയർത്തിയ ശക്തി കൂടും എന്ന് മനസ്സിലാക്കി. അത് ഈ പഴയകാല ബോഡി ബിൽഡേഴ്സിൻ്റെ ഒക്കെ കഥ, ഈ യൂജീൻ സാൻഡോ പോലുള്ള മനുഷ്യരുടെ കഥയൊക്കെ അവർ വായിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഈ ലേഡീസ് ഒന്നും വന്നിങ്ങനെ പബ്ലിക്കായിട്ട് വെയിറ്റൊന്നും എടുത്ത് പോക്കുന്നുള്ള പാടില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി വലിയ പാറക്കല്ലൊന്നും എടുത്ത് പോക്കാനുള്ള ഒരവസ്ഥയല്ല. അതുകൊണ്ടാണ് രഹസ്യമായിട്ട് റൂമിൻ്റെ അകത്ത് ഈ രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ജോ ഗോൾഡിൻ്റെ മനസ്സിൽ ഒരു പുതിയ ഐഡിയ ഉണ്ടോന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു ആക്രി കടയുണ്ട്, പഴയ ഇരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അവിടെ നിന്ന് ചില സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇന്ന് കാണുന്ന ഡമ്പലിൻ്റെ ഒരു പൂർവ്വരൂപം ഉണ്ടാക്കി, രണ്ടറ്റത്തും ഓരോ വെയിറ്റും ഇടയിൽ പിടിക്കാൻ എളുപ്പത്തിനുള്ള ഒരു ബാറും ചേർന്നുള്ള ഒരു രൂപം ഉണ്ടാക്കി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ചിന്ത അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. അദ്ദേഹം ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ആ രീതിയിൽ ഉണ്ടാക്കി. അതിന് പലതും പിന്നീട് അദ്ദേഹത്തിന് പാറ്റന്റ് കിട്ടി. അത് വേൾഡ് വൈഡ് പ്രചാരത്തിൽ വന്നു. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്കെല്ലാം അഭിമാനമായ ഒരു മലയാളി ഇതുപോലെ ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കി പാറ്റന്റ് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ എക്സസൈസ് എടുക്കാൻ പാകത്തിനുള്ളൊന്ന്. ഡോക്ടർ പീറ്റർ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു ദിവസം ഈ ജോ വീഡർ ഇദ്ദേഹത്തെ അർണോൾഡിനെ കാണാൻ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, നിനക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത്? നല്ല രീതിയിലൊരു ബോഡിയായി നീ മിസ്റ്റർ ഒളിമ്പിയായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇവർ പരസ്പരം പറയാതെ ഒരു മാനസികാവസ്ഥ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ജോ വീഡർക്ക് മക്കളില്ല. അർണോൾഡാണെങ്കിൽ ഒരു കൗമാരക്കാലം തൊട്ട് അച്ഛനോടത്ര മാനസികമായിട്ടൊരു അടുപ്പമില്ല. ഇവിടെ വെച്ച് അവര് പരസ്പരം ഒരു അച്ഛനും മകനും എന്നുള്ള നിലയിൽ ഒരു മാനസികാവസ്ഥയിലെത്തുകയാണ്. അവർ പരസ്പരം സംസാരിക്കുന്നില്ല, എന്നാലും മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. അർണോൾഡ് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞതുപോലെ നല്ലൊരു ട്രെയിനിങ് പാർട്ട്ണറുടെ അഭാവം എനിക്കുണ്ട്. ട്രെയിനിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം വർക്കൗട്ട് ചെയ്യണം. ഒരാൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മറ്റേ ആൾ ചിലപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഹെവി വെയിറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും.
അപ്പം അതിനെല്ലാം ഉത്സാഹമുള്ള ഒരാൾ വേണം. ഈ ഗോൾഡ് ജിമ്മിൽ തൽക്കാലം അത്തരം ആൾക്കാർ വല്ലപ്പോഴും ഈ ചില ആൾക്കാർ വരും, ഈ ഡേവ് ഡ്രാപ്പറിനെ പോലുള്ള ആൾക്കാരൊക്കെ വരും. എപ്പോഴും അങ്ങനെ ആളില്ല. കാരണം ഡേവ് ഡ്രാപ്പർ അന്ന് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന സമയത്തൊക്കെ അദ്ദേഹം വർക്കൗട്ട് ചെയ്ത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. നല്ലൊരു ട്രെയിനിങ് പാർട്ട്ണർ ഞങ്ങൾ മുമ്പ് മ്യൂണിക്കിൽ ഒന്നിച്ച് വർക്കൗട്ട് ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചാൽ എനിക്ക് വളരെ സൗകര്യമായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് മറ്റാർക്കില്ല, അന്നുമല്ല ഇന്നുമില്ല. സ്വന്തം ബോഡി വെയ്റ്റിൻ്റെ 4 ഇരട്ടി ഭാരം പൊക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ബോഡി. 2 വിഭാഗമായിട്ടാണ് അന്ന് ചാമ്പ്യൻഷിപ്പ്. പൊക്കം കൂടിയ ആൾക്കാരൊരു വിഭാഗവും പൊക്കം കുറഞ്ഞ ആൾക്കാരൊരു വിഭാഗവും. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ പൊക്കം കുറഞ്ഞ വിഭാഗത്തിലും അങ്ങയുടെ ഒരു ആള് ചാമ്പ്യൻഷിപ്പ് നേടും, അതെനിക്ക് ഉറപ്പാണ്. അവസാനം ജോബിയുടെ സമ്മതിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു. ജോബിയുടെ ആർട്ടിസ്റ്റ് സെല്ലർ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫർ അർണോൾഡ്. അപ്പോൾ ഈ ജോബിയുടെ മറ്റാളുടെ പേര് അർണോൾഡ് പറഞ്ഞിട്ടുണ്ട്, പേര് ഫ്രാങ്കോ കൊളുമ്പ്. അത് മാത്രം വായി വരണില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാനേ യൂറോപ്പിൽ നിന്നൊരു പുതിയ ബോഡി ബിൽഡറെ ഇവിടെ കൊണ്ടുവരികയാണ്, ഇപ്പം അർണോൾഡിനെ കൊണ്ടുവന്ന പോലെ. പറയുന്ന എൻ്റെ ഫോട്ടോഗ്രാഫറാണ്, ആർട്ടിസ്റ്റ് സെല്ലറോടാണ് പറയുന്നത്. വേറെ 1-2 ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, ഈ പേര് മാത്രം ഇങ്ങനെയുള്ള വായി വരില്ല, ഫ്രാൻസിസ്കോ ഫ്രാങ്കോ. ഉടനെ ആർട്ടിസ്റ്റ് സെല്ലർ തിരിച്ചു. കാരണം നല്ല നോളജാണ്, ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നല്ലതുപോലെ അറിയാം, ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് സ്പെയിനിലെ പഴയ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു, സാറ് പറയുന്ന രീതിയിൽ ബോഡി ബിൽഡർ അല്ല. ഉടനെ ജോ ബിൽഡർ ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ചു, ആ ഇപ്പോഴാണ് കിട്ടിയത്, കൊളംബസ്. അപ്പോൾ വീണ്ടും ആർട്ടിസ്റ്റ് സെല്ലർ പറഞ്ഞു, അദ്ദേഹം യൂറോപ്യനാണ്, പോർച്ചുഗലുകാരനായിരുന്നു. അദ്ദേഹമാണ് ഈ അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിച്ച ആൾ. അതായത് അതുവരെ മറ്റു സൊസൈറ്റികൾക്ക് അറിയാത്ത ഈ ഭൂഖണ്ഡം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹമായിരുന്നു. വീണ്ടും അദ്ദേഹം കുറച്ച് കാലം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്, ഫ്രാങ്കോ നീറോ. വീണ്ടും ആർട്ടിസ്റ്റ് പറഞ്ഞു, അതൊരു ഇറ്റാലിയൻ സിനിമ നടനാണ്, ബോഡി ബിൽഡർ അല്ല. അവസാനം ജോ ബിൽഡർക്ക് മതിയായി. ജോ ബിൽഡർ അർണോൾഡ്, എന്താണ് ആ നശിച്ച പേരൊന്ന് പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും. അപ്പം അർണോൾഡ് പറഞ്ഞു, ഫ്രാങ്കോ കൊളുമ്പ്. അങ്ങനെ അധികം വൈകാതെ ഫ്രാങ്കോ കൊളുമ്പ് അവിടെ എത്തി. ആദ്യം 2 ആളും അർണോൾഡിൻ്റെ ചെറിയ, കാരണം ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉള്ളൂ, ആ ചെറിയ വീട്ടിൽ 2 ആളും താമസിച്ചു തുടങ്ങി. പക്ഷെ അധികം വൈകാതെ ജോ ബിൽഡർ കുറച്ചുകൂടി നല്ലൊരു വീട് അവർക്ക് ഇടപാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ 2 പേരും അങ്ങോട്ട് താമസം മാറ്റി. ഈ 2 പേർക്കുള്ളൊരു പ്രത്യേകതയാണ്, ഈ ഫ്രാങ്കോ കൊളുമ്പ് ചെറുപ്പം തൊട്ടേ വെൽ ഡിസിപ്ലിൻഡ് ആണ്, എന്ത് സംഭവം നീറ്റാക്കി വെക്കുക എന്നുള്ള ഒരു ചിന്തയുള്ള ഒരാളാണ്. മാത്രമല്ല നല്ലൊരു കുക്കാണ്, നല്ല രീതിയിൽ പാചകം ചെയ്യും. അർണോൾഡ് അത്തരം ഒരാൾ തന്നെയാണ്, കാരണം അത് മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് ആണ്. എല്ലാ സംഭവങ്ങളും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, അതുപോലെ ജീവിതം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇത്തരം ചിന്താഗതി അപ്പോൾ 2 പേർക്കും ഉണ്ട്. അങ്ങനെ അവർ ആ പുതിയ വീട്ടിലെത്തിയതോടെ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തു. പാചകം മുഴുവൻ കൊളുമ്പ്, ക്ലീനിങ് മുഴുവൻ അർണോൾഡ്, പാത്രം കഴുകൽ, വീട് വൃത്തിയാക്കൽ, അങ്ങനെ വീട്ടുപണികൾ അവർ ഡിവൈഡ് ചെയ്തു. പിന്നെ കൊളുമ്പ് അവിടുത്തെ ഒരു ഇറ്റാലിയൻ സ്റ്റോർ പരിചയപ്പെട്ടു. അവിടെ പല ആൾക്കാരും വന്ന് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പോകുന്നതിന് പകരം അദ്ദേഹം ആ ചെറിയൊരു സ്റ്റോറിൽ പോകും. അതിന് പല മെച്ചങ്ങളുണ്ട്. അദ്ദേഹം വിചാരിക്കുന്ന രീതിയിലുള്ള പല സാധനങ്ങളും അവിടെ കിട്ടും, വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ കാണില്ല. പിന്നെ അതിനപേക്ഷിച്ച് വിലയും കുറവാണ്. ഇതൊന്നും കൂടാതെ ഡെയിലി 5 മണിക്കൂർ വർക്കൗട്ട്, അത് 2 പേരും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു. ഒപ്പം
അർണോൾഡ് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. വേൾഡ് നമ്പർ 1 ആവുക എന്നുള്ളതാണ് ലക്ഷ്യം. അന്നത്തെ വേൾഡ് നമ്പർ 1 ബോഡി ബിൽഡറാണ് സെർജിയോ ഒലിവിയ. സെർജിയോ ഒലിവിയയെ തോൽപ്പിച്ചാൽ മാത്രമേ, അതിനേക്കാൾ നല്ലൊരു ബോഡി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ വേൾഡ് നമ്പർ 1 ആവാൻ കഴിയുള്ളൂ. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് ഈ ഒലിവിയയുടെ വലിയൊരു ചിത്രം അവിടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചു. ഡെയിലി രാവിലെ എണീക്കും, കണ്ണാടിയുടെ മുമ്പിൽ പോയി എന്നൊക്കെ പോസ്റ്റൊക്കെ ചെയ്യും, എന്നിട്ടിങ്ങനെ നോക്കും. ആ ബോഡിയും ഈ കണ്ണാടിയിൽ കാണുന്ന ബോഡിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ചില കാര്യങ്ങൾ ഒപ്പത്തിനൊപ്പം നിൽക്കും. ഫോർ എക്സാമ്പിൾ ചെസ്റ്റൊക്കെ നല്ല പവർഫുൾ ചെസ്റ്റാണ്. അതുപോലെ ഷോൾഡർ അത്രയും പവർഫുൾ ആവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഗ്രാസിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അന്നേ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കാൾ ഗസ്നർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫ്രാങ്ക് ഗസ്നറും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഒരു സെറ്റ് വെയിറ്റ് പ്ലേറ്റുകൾ ഒരു പഴയ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തു, വെയിറ്റ് പ്ലേറ്റും ബാറും ഒക്കെ. അപ്പോൾ ജിംനേഷ്യത്തിൽ പോകാത്ത ദിവസം അദ്ദേഹത്തിന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ചെസ്റ്റിന് നല്ല ഡെവലപ്മെൻറ്റ് കിട്ടുന്ന ഒരു എക്സസൈസാണ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്. പക്ഷേ വീട്ടിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല, ബെഞ്ചൊന്നുമില്ല, പ്ലെയിൻ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അതിന് അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗം, ചുമരിൽ ഒരു പലക ചാരി വയ്ക്കുക. എന്നിട്ട് ഈ വെയിറ്റ് ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് നേരെ പലകയിലേക്ക് ഒരൊറ്റ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻക്ലൈൻ ഷേപ്പിൽ നിൽക്കും. എന്നിട്ട് വെയിറ്റ് പൊക്കാൻ തുടങ്ങും. വെയിറ്റ് പൊക്കി ഏതാനും റെപ്പുകൾ കഴിയുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ക്ഷീണിക്കും. ഇനി ഈ വെയിറ്റ് എങ്ങനെ താഴെ ഇടും? ചാഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, താഴെ ഇട്ട വെയിറ്റ് നെച്ചത്താ വീഴുക. അതിന് അദ്ദേഹം ഇത് ലേശം മുമ്പിലൊക്കെ ആക്കി ഒറ്റ വേറാണ്. ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഷോൾഡറും ചെസ്റ്റും ചെറുപ്പത്തിലെ നല്ല ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മിസ്റ്റർ യൂറോപ്പും യൂണിവേഴ്സും ഒക്കെ ആയത്. ഏതായാലും ഈ 2 ഭാഗങ്ങൾ സെർജിയോട് മുട്ടാം. പിന്നെ ബൈസെപ്സ് അതും നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ട്രൈസെപ്സ്, ഫോറാംസ് ഇത് രണ്ടും പോരാ, അത് ഇനിയും കുറേ കൂടി ഡെവലപ്പ് ആവണം. പിന്നെ കാല്, അത് മഹാമോശം, പ്രത്യേകിച്ച് കാഫ് മസിൽസ്. അവിടെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ കൈയും കാലും വളരെ നീളം കൂടിയതാണ്. അതുകൊണ്ട് ഇതിലൊക്കെ മസിൽ വന്ന് നിറയണമെങ്കിൽ സാധാരണ ഒരു നീളം കുറഞ്ഞ ആൾ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, പല വെയിറ്റുകളും പൊക്കുമ്പോൾ ബാലൻസ് കുറയും. ഈ നീളം കൂടിയ കൈകളും അതുപോലെ സ്ക്വാറ്റൊക്കെ ചെയ്യുമ്പോൾ നീളം കൂടിയ കാലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ബാലൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്, പല വീക്ക്നെസ്സും ഉണ്ട്, പല പ്ലസ് പോയിന്റ്സും ഉണ്ട്. എന്തായാലും ഈ വീക്ക്നെസ് എല്ലാം കവർ ചെയ്യണം, എന്നാൽ മാത്രമേ വേൾഡ് നമ്പർ 1 ആവാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള വർക്കൗട്ട് അദ്ദേഹം പിന്നെ ആരംഭിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം ജോ വീഡർ എന്ന് പറഞ്ഞു, ചിക്കാഗോയിൽ മിസ്റ്റർ അമേരിക്ക കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, നീ പോയി എന്നെ കണ്ടിട്ട് വാ. ടിക്കറ്റിനുള്ള പൈസയും ചെലവിനുള്ള പൈസയും എല്ലാം കൊടുത്ത് അയച്ചു. അവിടെ എത്തിയപ്പോൾ അവിടെ അതേ മത്സരം കാണാൻ വന്നിട്ടുണ്ട് സെർജിയോ ഒലിവിയ. ഭാവിയിലെ എതിരാളികളാണ്. പക്ഷേ സെർജിയോ നമുക്ക് നേരത്തെ അറിയാം, അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. അതൊക്കെ മത്സരത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആൾ മാറി. റൊണാൾഡോനെ കണ്ടു, വളരെ സന്തോഷത്തോടെ വന്നു, ഗ്രീറ്റ് ചെയ്തു. അന്ന് ആ മത്സരം കഴിഞ്ഞപ്പോൾ സെർജിയോയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ കുറേ നേരം എൻജോയ് ചെയ്തു. അങ്ങനെ വളരെ കൂളായിട്ട് പിന്നെ ഏകദേശം ഒരാഴ്ചയോളം സെർജിയോ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൽ ഇദ്ദേഹത്തെ കൂടി കൊണ്ടുപോയി കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അതായത് ഒരു എതിരാളിയെ സ്വയം വളർത്തുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറത്തെ വിശാല മനസ്കതയാണെന്ന് സെർജിയോ ഒലിവിയ കാണിക്കുന്നത്. സ്വന്തം എതിരാളിക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക, പല രീതിയിലുള്ള പോസിങ്, പുതിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെർജിയോ അദ്ദേഹത്തെ പഠിപ്പിച്ച് തിരിച്ച് കാലിഫോർണിയയിലേക്ക് അയച്ചു.
അമേരിക്കയിലെത്തി ഏകദേശം ഒരു വർഷമാവുന്നു. അവിടുത്തെ അടുത്ത മിസ്റ്റർ യൂണിവേഴ്സ് മത്സരം, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അവിടെ ഒന്നിൽ കൂടുതൽ മിസ്റ്റർ യൂണിവേഴ്സ് ഉണ്ട്, മിസ്റ്റർ വേൾഡ് ഉണ്ട്. അതിൽ ഇദ്ദേഹം കഴിഞ്ഞ തവണ പങ്കെടുത്ത മിസ്റ്റർ യൂണിവേഴ്സ് അത് ഈ ജോ വീഡർ അവരുടെ ഒരു ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്, നാഷണൽ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ. ആ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മിസ്റ്റർ ഒളിമ്പിയാണ് കഴിഞ്ഞ തവണ അദ്ദേഹം പങ്കെടുത്ത് ഫ്രാങ്ക് സെയിനോട് തോറ്റ് റണ്ണർ അപ്പായത്. വീണ്ടും അത് വരികയാണ്. അങ്ങനെ അദ്ദേഹം ഇത്തവണ നല്ല വെൽ ഡെവലപ്ഡ് ബോഡിയുമായി അതിൽ പങ്കെടുത്തു, വിജയിച്ചു. അന്ന് റണ്ണർ അപ്പായത് ഡെന്നിസ് ടിനറിനോ. അദ്ദേഹവും അത്യാവശ്യം തിരക്കുള്ള ഒരു സിനിമാ നടൻ കൂടിയാണ്. പക്ഷേ ആ മിസ്റ്റർ യൂണിവേഴ്സിൽ അദ്ദേഹം തോറ്റു, അർണോൾഡ് ജയിച്ചു. അപ്പോൾ 3 മിസ്റ്റർ യൂണിവേഴ്സ് ടൈറ്റിൽ നേടുന്ന ഒരു മനുഷ്യനായി മാറി അർണോൾഡ്. അതിനു മുമ്പ് അത് നേടിയ 2 ആൾക്കാരേ ഉള്ളൂ, അങ്ങനെ സെർജിയോ ഒലിവയും റെഡ് പാർക്ക്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോ വീഡറെ കാണുന്നതിനായിട്ട് കുറച്ച് ആൾക്കാർ വന്നു. കാരണം ജോ വീഡർ സ്പോൺസർ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആളാണ് അർണോൾഡ് എന്ന് അവിടെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അവർ പാർട്ട്ണറായിട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ആ സമയത്തൊരു ഫിലിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെർക്കുലീസ് ഇൻ ന്യൂയോർക്ക്. അതായത് ഹെർക്കുലീസ് നമുക്കറിയാം, ഒരു പുരാതന ഗ്രീക്ക് കഥാപാത്രമാണ്. അദ്ദേഹം ഈ ആധുനിക യുഗത്തിൽ ന്യൂയോർക്കിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ള ഒരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനവർ മനസ്സിൽ കണ്ടിരുന്നത് ഡെനിസ് ടിനറിനെയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ച് 3 മിസ്റ്റർ യൂണിവേഴ്സ് ടൈറ്റിൽ നേടിയ അർണോൾഡ്. അപ്പോൾ അവർക്കൊരാഗ്രഹം, അർണോൾഡിനെ അതിൽ അഭിനയിപ്പിക്കണം. ജോ വീഡറിൻ്റെ ഓഫീസിൻ്റെ പുറകെ ഒരു പാർട്ടീഷനുണ്ട്, അവിടെ അർണോൾഡ് ഇരിപ്പുണ്ട്. ഈ പറയുന്നതെല്ലാം അർണോൾഡിന് കേൾക്കാം. ജോ വീഡർ പറയണം, അർണോൾഡ് ഞാൻ പറഞ്ഞു നോക്കാം, അയാൾ യൂറോപ്പിലൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ഇവിടെ വന്നിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അർണോൾഡ് ഞെട്ടുകയാണ്. സിനിമയിൽ അഭിനയിക്കണം എന്ന ഒരു സ്വപ്നമായിട്ട് നടന്നിരുന്ന മനുഷ്യൻ യൂറോപ്പിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് ജോ വീഡർ പറയുന്നത്. കാരണം ജോ വീഡർ ഒരു പക്ക ബിസിനസ്മാനാണ്. ഒരാളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അതുപോലെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അത് അർണോൾഡ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. യൂറോപ്പിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ക്ലിനിക്കുണ്ട്, പ്ലെയിനുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മാഗസിനിലെ പല ഫോട്ടോകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. US എത്തിയപ്പോഴാണ് മനസ്സിലായത് ക്ലിനിക്കും ഇല്ല, പ്ലെയിനും ഇല്ല. അതൊക്കെ മറ്റേ സംഭവം ഒരു ബിസിനസ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇല്ലാത്തത് കുറേ കണ്ടെന്നൊക്കെ പറയും, പക്ഷെ കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാഗസിൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ബോഡി ബിൽഡിംഗ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും. അപ്പോൾ ആക്ച്വലി അവിടെ ഉള്ളത് അത്തരം ഒരു ഫാക്ടറി മാത്രമാണ്, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. പിന്നെ കുറച്ച് റിസർച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രോട്ടീൻ ഫുഡ്സിനെ കുറിച്ച്. അതിന് പ്രത്യേകിച്ച് ക്ലിനിക്കൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അർണോൾഡ് മനസ്സിലായി, ഇദ്ദേഹം എൻ്റെ ഡിമാൻഡ് ഒന്ന് കൂട്ടുകയാണ്. എന്തായാലും ആ സിനിമയ്ക്ക് അർണോൾഡിനെ ബുക്ക് ചെയ്തു. റെമ്യൂണറേഷൻ ആഴ്ചയ്ക്ക് $1000, $65 ജോ വീഡർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് ആഴ്ചയ്ക്ക് $1000. പിന്നെ മറ്റും ചില പ്രശ്നങ്ങളുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചു വരുന്നേ ഉള്ളൂ, ഫ്ലുവൻ്റ് ആയിട്ടില്ല. ഏതായാലും സിനിമയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അർണോൾഡിൻ്റെ ഭാഗം മറ്റൊരു നടനെ കൊണ്ട് ഡബ് ചെയ്യിച്ചു. പക്ഷെ പിന്നീട് അവർക്ക് പ്രൊഡ്യൂസേഴ്സിന് ഇത്തിരി സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നു. അങ്ങനെ ഫിലിമിൻ്റെ റിലീസിങ് വൈകി. റിലീസ് ചെയ്തപ്പോൾ തന്നെ അതിന് ശരിക്കുള്ള പരസ്യമൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് ആ സിനിമ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ട് വിജയിച്ചില്ല. ഏതായാലും ആ സിനിമയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണുക. മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ, അവിടെ മിസ്റ്റർ ഒളിമ്പിയ ആയിട്ട് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിസ്റ്റർ വേൾഡോ മിസ്റ്റർ യൂണിവേഴ്സോ ആയിരിക്കണം. അർണോൾഡ് മത്സരിക്കുകയാണ്. പ്രധാന എതിരാളി സെർജിയോ ഒലിവിയ തന്നെ. പിന്നെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മിസ്റ്റർ യൂണിവേഴ്സിന് അർണോൾഡിനെ തോൽപ്പിച്ച ഫ്രാങ്ക് സെയിൻ ഉണ്ട്.
പിന്നെ മറ്റൊരു പ്രശസ്ത ബോഡി ബിൽഡർ ലാറി സ്കോട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്നുണ്ടെങ്കിലും മീഡിയ രണ്ടാൾക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രധാന എതിരാളികൾ സെർജിയോ ഒലിവിയ ആൻഡ് അർണോൾഡ് ഷ്വാസ്നഗർ. സ്റ്റേജിൻ്റെ ബാക്കിലായിട്ടൊരു സ്ഥലമുണ്ട്, അത് ഇത്തരം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസിലെല്ലാം ഉണ്ടാവും. കാരണം ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബോഡിയൊക്കെ ഒന്ന് നല്ലപോലെ വാമപ്പ് ചെയ്യണം. പിന്നെ ബോഡി ആകെ സാഫ്രോൺ ചേർത്ത എണ്ണ വരട്ടും, അപ്പോഴേ ഒരു ഷൈനിങ് വരുള്ളൂ. കുങ്കുമപ്പൂ ചേർത്തിയ ഒലിവ് ഓയിലാണ് നോർമലി ഉപയോഗിക്കുക. ഇതൊക്കെ തേച്ച് ഒന്ന് വാമപ്പൊക്കെ ചെയ്തിട്ടാണ് അവർ ഫ്രണ്ട് സ്റ്റേജിലേക്ക് വരുന്നത്. അവിടെ വച്ച് സെർജിയോ ഒലിവിയെ കണ്ടു. അപ്പോൾ ഈ ഒലിവിയയ്ക്ക് ഈ കോമ്പറ്റീഷൻ്റെ തൊട്ട് മുമ്പ് ഒരു പ്രത്യേകത ഉണ്ട്. ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉടനെ ആ എണ്ണ തേക്കുന്ന രഹസ്യമായിട്ടായിരിക്കും, ആരും കാണില്ല. എണ്ണയൊക്കെ തേച്ചാൽ പിന്നെ ഇദ്ദേഹം ലോഹ പോലെ ഒരു ഉടുപ്പെടുത്തിട്ടിട്ടാണ് ഈ വാമപ്പ് തുടങ്ങാൻ വരുന്നത്. അപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി എന്ന് ആർക്കും മനസ്സിലാവില്ല. ഓപ്പൺ സ്റ്റേജിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ ലോഹ അങ്ങ് അഴിക്കും. അപ്പോഴാണ് എല്ലാവരും ഞെട്ടുക. ഏതായാലും ബാക്ക് സ്റ്റേജിൽ വെച്ച് ഇവർ കണ്ടു. സെർജിയോ പതിവ് പോലെ ലോഹയായിട്ടുണ്ട് നിൽപ്പുണ്ട്. അർണോൾഡ് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബോഡി? നേരിട്ട് കാണാം എന്ന് സെർജിയോ മറുപടി പറഞ്ഞു. മത്സരം ആരംഭിച്ചു. സെർജിയോ ആ ലോഹ മാറ്റി സ്റ്റേജിലേക്ക് കയറി. അർണോൾഡ് അടക്കം എല്ലാവരും ഞെട്ടി. ആ ബോഡി കണ്ടതോടെ അർണോൾഡിന്റെ പ്രതീക്ഷ കൈവിട്ടു. ഇത്തവണത്തെ മിസ്റ്റർ ഒളിമ്പിയ അർണോൾഡിനല്ല, സെർജിയോയ്ക്ക് തന്നെ എന്ന് അർണോൾഡ് തന്നെ ഉറപ്പിച്ചു. വിചാരിച്ച പോലെ തന്നെ മത്സരം കഴിഞ്ഞു. പക്ഷേ ഒരു സ്റ്റേജിൽ ജഡ്ജസ് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചൊന്ന് പോസ് ചെയ്യണം, എന്നാലേ ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് റിസൾട്ട് ഇടാൻ പറ്റുള്ളൂ. ഒന്നിച്ച് പോസ് ചെയ്തു. ഓരോരുത്തരും അവരുടെ ബോഡിയുടെ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഭാഗം കാണിച്ചുകൊണ്ടുള്ള പോസിങ്. ലാസ്റ്റ് ജഡ്ജസ് മാർക്കിട്ടു. സംശയിക്കാനൊന്നുമില്ല, സെർജിയോ ഒലിവിയ മിസ്റ്റർ ഒളിമ്പിയായി മാറി, അർണോൾഡ് റണ്ണറപ്പ്. അത് കഴിഞ്ഞ് ലണ്ടനിൽ അടുത്ത മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. സാധാരണ ഇതിൽ ഒളിമ്പ്യ ടൈറ്റിൽ നേടിയവർ പിന്നെ താഴെയുള്ള മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. മിസ്റ്റർ യൂണിവേഴ്സിലോ മിസ്റ്റർ വേൾഡിലോ ഒന്നും പങ്കെടുക്കാറില്ല. ഇദ്ദേഹം ഇപ്പോൾ മിസ്റ്റർ ഒളിമ്പ്യ ആയിട്ടില്ല. ജോബിയുടെ തന്നെ പറഞ്ഞു, നീ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വാ. ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തു. ഇദ്ദേഹം പോയി. അവിടെ വീണ്ടും മിസ്റ്റർ യൂണിവേഴ്സ് ആയി. അങ്ങനെ 22ാമത്തെ വയസ്സിൽ 4 മിസ്റ്റർ യൂണിവേഴ്സ്, മിസ്റ്റർ ഒളിമ്പിയ റണ്ണറപ്പ്, ആദ്യമായിട്ട് സിനിമയിലും അഭിനയിക്കാൻ പോകുന്നു. പിന്നെ US എത്തിയതിനു ശേഷം അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ മെയിൻ കോമ്പറ്റീഷൻസ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. സിനിമ ഷൂട്ടിംഗ് തുടങ്ങി ഹെർക്കുലീസ് ഇൻ ന്യൂയോർക്ക്. അപ്പോഴും ഇതേ രീതിയിൽ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. ജോബിയുടെ അദ്ദേഹത്തിന് മറ്റൊരു ടാസ്ക് കൊടുത്തു. മാഗസിന് വേണ്ടിയുള്ള മറ്റൊരു വർക്ക്, പോസ് ചെയ്യുന്നത് കൂടാതെ മറ്റൊരു വർക്ക്. അതായത് പ്രശസ്തരായ ഡേവിഡ് റാപ്പറിനെ പോലുള്ള ബോഡി ബിൽഡേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുക. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അവരുടെ ട്രെയിനിങ് മെത്തഡ്സും കാര്യങ്ങളുമൊക്കെ അവർ പറയും. ഒറ്റ കുഴപ്പമുള്ളൂ, പറയണ എഴുതിയെടുക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ല. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങോട്ടും എല്ലാം മുറി ഇംഗ്ലീഷിലൊക്കെ ചോദിക്കും. അവരെല്ലാം ഫ്ലുവൻ്റ് ഇംഗ്ലീഷിൽ മറുപടി പറയും. അതുകൊണ്ടൊരു ടേപ്പ് റെക്കോർഡറും കൂടി കൊടുത്തയച്ചു, ഒരു കാസറ്റ് റെക്കോർഡർ. അപ്പോൾ അവർ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ഇതങ്ങ് ഓൺ ചെയ്യും. അവർ പറയുന്നതെല്ലാം അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടേഴ്സ് അത് സൗകര്യം പോലെയൊക്കെ എഴുതി. അപ്പോൾ അവിടെ പബ്ലിസിറ്റി കൂടുതലാണ്. ഒരു ബോഡി ബിൽഡർ മറ്റൊരു ബോഡി ബിൽഡർ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ പബ്ലിസിറ്റി. അങ്ങനെ ഒരുപാട് പബ്ലിസിറ്റി സ്റ്റൺസ് ജോ ബിൽഡർ കാണിക്കുന്നുണ്ട്. അത് അർണോൾഡിനും മനസ്സിലായി. കാരണം യൂറോപ്പിൽ വെച്ചാൽ മനസ്സിലാക്കിയിരുന്നു ഇദ്ദേഹത്തിന് ലാബ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇവിടെ എത്തിയപ്പോൾ ഇല്ല. പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു, അത് ഇവിടെ ഇല്ല. പിന്നെ ഒരിക്കൽ അദ്ദേഹം ഈ ഡേവിഡ് റാപ്പറുടെ തന്നെ ഒരു ഫോട്ടോ ഒരു ബീച്ചിൽ നിൽക്കുന്നത്, നമ്മുടെ വെനീസ് ബീച്ചിൽ ഡേവിഡ് റാപ്പർ ഇങ്ങനെ നിൽക്കുന്നു. ചുറ്റും കുറേ പെൺകുട്ടികൾ അദ്ദേഹത്തെ ഈ ബോഡിയെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്, ആരാധനയോടെ നോക്കുന്നു. അതെല്ലാം ജോ ബിൽഡറുടെ മോഡൽസാണ്. പൈസ കൊടുത്ത് അവരെ കൊണ്ടങ്ങനെ നോക്കിക്കുകയാണ്. പിന്നെ പൈസ കൊടുക്കാതെ ഒരാളുണ്ട് നോക്കാൻ, അത് ജോ ബിൽഡറുടെ ഭാര്യ തന്നെയാണ്. അവർ പ്രശസ്തയായ ഒരു മോഡലാണ് ബെറ്റി. ജോ ബിൽഡർക്ക് ന്യൂയോർക്കിൽ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം അർണോൾഡിനെ അവിടെ കൊണ്ടുപോയി. ആ സമയത്താണ് അർണോൾഡ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് ഈ പഴയ സാധനങ്ങൾ
ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് സാധനങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അർണോൾഡിന് കൊടുത്ത റൂമിൽ തന്നെ അവിടെ ഒരു ചെയർ ഇരിപ്പുണ്ട്, ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള ഒരു ചെയർ. ജോ ബൈഡർ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത അറിയോ? ഇല്ല. ഇത് നെപ്പോളിയൻ്റെ കാലത്ത് നെപ്പോളിയൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സാധനമാണ്. അതിൽ അരയന്നങ്ങളുടെ രൂപം കൊത്തുപണി ചെയ്തിരിക്കുന്നുണ്ടോ? ആ, കണ്ടു. അത് നെപ്പോളിയൻ്റെ വൈഫ് ജോസഫിൻ്റെ ഒരു എംബ്ലമാണ്. ഇപ്പോൾ ഇന്നൊക്കെ ഇതിന് ഒരുപാട് വിലയാണ്. അങ്ങനെ അതുവരെ അർണോൾഡിൽ ഇല്ലാത്തൊരു അറിവാണ് അവിടെ കിട്ടുന്നത്. അദ്ദേഹം പഴയ സാധനങ്ങൾ പഴയ അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി കുറേ കാലം കഴിയുമ്പോൾ ഈ പഴയ സാധനങ്ങൾക്ക് വില കൂടും. കുറച്ച് കാലത്തേക്കൊക്കെ വില കുറഞ്ഞു വരും. പിന്നീട് അതിന് വില കൂടുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരുപാട് കാലപ്പഴക്കമുണ്ട്, അതുകൊണ്ട് വലിയ ബലമൊന്നും ഉണ്ടാവില്ല. നിന്നെപ്പോലെ ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള ഒരാൾ അതിലിരുന്നാൽ അത് തകർന്നു പോകും, അതുകൊണ്ട് ഒരിക്കലും അതിലിരിക്കരുത്. പക്ഷെ അന്ന് തന്നെ വൈകുന്നേരം രസകരമായൊരു സംഭവം ഉണ്ടായി. അർണോൾഡ് റൂമിൻ്റെ അകത്ത് കയറി കിടക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് പാൻസ് അഴിച്ചു. പാൻസ് അഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ബാലൻസ് തെറ്റി കറക്റ്റ് ആ ചെയറിൻ്റെ മേലെ വീണു. ചെയർ പീസായി അവിടെ കിടന്നു. മെല്ലെ പരിങ്ങി പുറത്തിറങ്ങി ജോ ബൈഡറുടെ അടുത്ത് എന്ന് പറഞ്ഞു, അതെ ചെയർ പൊട്ടിപ്പോയി. ജോ ബൈഡർ തിരക്കിട്ട് ഓട്ടി വന്നു, ഒക്കെ നോക്കി പൊട്ടിത്തകർന്ന് കിടക്കുന്നു. കുറെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു അർണോൾഡിന്. അന്ന് പക്ഷെ അവർ മനസ്സിലുള്ള കാര്യം പരസ്പരം പങ്കുവെക്കുകയാണ്. അർണോൾഡ് പറഞ്ഞു, ഞാൻ US എത്തിയപ്പോൾ തൊട്ട് അങ്ങേ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, മകനെ പോലുള്ള ഞാൻ വീണു, എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നില്ല, ആ ചെയറിന് പറ്റിയതാണ് അങ്ങേക്ക് ഏറ്റവും വലിയ കാര്യമല്ലേ. പെട്ടെന്ന് ജോ ബൈഡർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, പിന്നെ അദ്ദേഹത്തെ അങ്ങ് കെട്ടിപ്പിടിച്ചു, ഒരച്ഛൻ മകനെ കെട്ടിപ്പിടിക്കുന്ന പോലെ.